ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചാനലിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ കുറെ പേര് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് റീൽസ് കാണാറൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ റീസെന്റ് ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ട് മറിക്കുന്നതാണ് ഈ കുറെ ഉടായ്പ ബോധമില്ലാത്ത കുറെ ഇൻസ്റ്റാഗ്രാമേഴ്സ് ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നതും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും. ഞാൻ പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ അത്ര എന്താ പറയുക, ഞാൻ നോർമലി കമന്റ്സിന് റിപ്ലൈ കൊടുക്കാനാണ് ആക്ച്വലി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നത്. അത് ഇൻസ്റ്റാഗ്രാമിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ ഒരാൾക്കാരെ തന്നെ കുറ്റം പറയേണ്ട ഒരു സംഭവമാണ്. അത് കുറെ ബോധമില്ലാത്ത കുറെ അതേപോലെ ഏർണിംഗ് ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗെയിമിംഗ് ആപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണം പ്രൊമോട്ട് ചെയ്തിട്ട് എത്ര ആൾക്കാരുടെ ജീവിതം എന്നറിയാം. ഇവർക്ക് ഒരു മുടിപ്പിച്ചാണ് ഇവർ ഏജൻസ് അടക്കമാണ്. എന്ന് വെച്ചാൽ ഈ കമ്പനിക്കാർ അതിൽ പകുതി 90% ചൈനീസ് കമ്പനികളാണ്. ഇവർ ഇന്ത്യയിൽ ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാന്ന് പറഞ്ഞ പോലത്തെ ആൾക്കാരാണ്. അപ്പൊ ഇതിലൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഇഷ്ടം പോലെ കമന്റ്സ് ആണ് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിന്റെ വീഡിയോ സെക്ഷനിലും. സൈബർ ക്രൈം എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം, കൺസ്യൂമർ കോടതിയിൽ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം, ഒരു കൊട്ടക്കണക്കിന് കമന്റ്. ഞാൻ ആക്ച്വലി സെയിം സാധനത്തിന് റിപ്ലൈ കൊടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടത്. അപ്പൊ ഇങ്ങനത്തെ ഉടായ്പ ആൾക്കാരെയൊക്കെ ഒന്ന് സൂക്ഷിക്കുക. നിങ്ങളുടെ കാശും വാങ്ങിച്ച അവന്മാർ സുഖമായിട്ട് ജീവിക്കുകയാണ്, നിങ്ങൾ പാപ്പരായി പണ്ടടങ്ങി പോകും. അപ്പൊ ഈ ഈസി മണി എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് പോയി ചാടാണ്ടിരിക്കുക. ആരും വെറുതെ കാശ് തരില്ല. അപ്പൊ അങ്ങനെ തന്നെ ഒരു ലോജിക്ക് കൂടി ആലോചിച്ചിട്ട് പോയി ഇങ്ങനത്തെ പോയി ചാടുക കേട്ടോ.